പ്രശ്നമാണെന്ന് പറഞ്ഞപ്പോ തൽക്കാലം സദസ്സ് പിരിച്ചുവിട്ടു, തൽക്കാലം ആ ചർച്ച പിരിച്ചുവിട്ടു. പിന്നീട് ജനങ്ങളെയൊക്കെ മാറ്റിയതിനു ശേഷം വീണ്ടും ബഹുമാനപ്പെട്ട ശാഫി ഇമാം റളിയല്ലാഹു അൻഹുവിന്റെ ഖബർ കുഴിച്ചിട്ട് ശാഫി ഇമാം റളിയല്ലാഹു അൻഹുവിനെ ഈജിപ്തിൽ നിന്ന് ബഗ്ദാദിലേക്ക് കൊണ്ടുപോകാൻ അതാ ഭരണാധികാരിയുടെ തീരുമാനം വീണ്ടും ഉണ്ടായി. സുബ്ഹാനല്ലാഹ്, ഖബറിന്റെ അടുക്കൽ വെച്ച് എല്ലാവരെയും നീക്കി. അവിടെ സൈന്യം ഇറങ്ങിയിട്ട് മുഴുവൻ ആളുകളെയും നീക്കി. ശാഫി ഇമാം റളിയല്ലാഹു അൻഹുവിന്റെ ഖബർ കുഴിക്കാൻ തുടങ്ങി. അങ്ങനെ ഖബർ കുഴിച്ച് ഖബറിന്റെ മൂടുകല്ല് വെച്ചിട്ടുള്ളതിന്റെ സമീപത്തെത്തിയപ്പോൾ ഖറജ മിനൽ ലഹ്ദി റായിഹത്തുൻ നഫറത്തുൻ അസ്കറത് മൻ ഹദറ ഫൗഖൽ ഖബരി. ഖബറിന്റെ സമീപത്ത് ഒരുമിച്ച് കൂടിയ മുഴുവൻ ആളുകളുടെയും മൂക്കിലേക്ക് വല്ലാത്ത ഒരു അത്തറിന്റെ സുഗന്ധം, ഒരു സാധാരണ അത്തറല്ല, വല്ലാത്തൊരു സുഗന്ധം അങ്ങ് വീശി. ആ സുഗന്ധം അവരുടെ മൂക്കിലേക്ക് അങ്ങ് കയറിയപ്പോൾ കീറിക്കൊണ്ടിരിക്കുന്ന ഖബർ കുഴിച്ചുകൊണ്ടിരിക്കുന്ന ജനങ്ങൾ മുഴുവനും അവിടെ അതാ ഹത്താവ കൗസറ, മുഴുവൻ ആളുകളും അവിടെ ബോധം കെട്ടങ്ങ് വീണു. പിന്നെ മണിക്കൂർ കഴിഞ്ഞിട്ടാണ് അവർ ബോധം തെളിയുന്നത്. ഉടനെ തന്നെ അവർ അള്ളാഹുവിനോട് പൊറുക്കലിനെ ചോദിച്ചു. ഖബർ നേരത്തെ ഉള്ളതുപോലെ തന്നെ മണ്ണ് തട്ടി, നേരത്തെ ഖബർ ഉള്ളതുപോലെ തന്നെ അവിടെ അതാ ഖബർ നേരത്തെ ഉള്ള ആകൃതിയിൽ തന്നെ ആക്കി വെച്ചു. ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ ഖബറിനും ശാഫി ഇമാം റളിയല്ലാഹു അൻഹുവിന്റെ മഹത്വത്തിനും ലോകമൊട്ടാകെ അതിനുശേഷം നേരത്തെ ഉള്ളതിനേക്കാൾ എത്രയോ വലിയ പ്രശസ്തിയും ലോകമൊട്ടാകെയുള്ള ജനങ്ങൾ അവിടുത്തെ ഖബറിലേക്ക് സിയാറത്തിന് വരുന്ന പതിവുമുണ്ടായി. ഏത് സമയത്തും സുബ്ഹാനല്ലാഹ്, ഇമാം ഖരീസ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് കാണാം, വലം യസൽ ഖബ്റു ശാഫിഈ യുസാർ വയുതബറകു ബിഹി ലൻകാന യൗമൽ അഹദ്. ബഹുമാനപ്പെട്ടവരുടെ ജീവിതകാലത്തുള്ള സംഭവം വിവരിക്കുകയാണ്. അങ്ങനെ ശാഫി ഇമാം റളിയല്ലാഹു അൻഹുവിന്റെ ഖബർ ധാരാളം ആളുകൾ വന്ന് സിയാറത്ത് ചെയ്യുന്ന, വയുതബറകു ബിഹി ബറക്കത്തെടുക്കുന്ന ഖബറായി, ലോകത്ത് വലിയ ചരിത്രം നടന്ന ഖബറായി അവിടെ നിലനിൽക്കുന്നു. ബഹുമാനപ്പെട്ട ഇമാം ശാഫിഈ റഹിമഹുല്ലാഹ് വഫാത്താകുന്ന സമയം, സഹോദരന്മാരെ, മഹാനവറുകൾ ശിഷ്യന്മാരോട് വിഷയങ്ങളൊക്കെ പറഞ്ഞിരുന്നു എന്ന് ഞാൻ പറഞ്ഞല്ലോ. മഹാനവറുകളെ കാത്തു, മഹാനവറുകൾക്ക് രോഗമാണ്, വലിയ രോഗമായിരുന്നു അർശസിന്റെ രോഗം. ആ രോഗം കൊണ്ട് ചിലപ്പോൾ കാലിലൂടെ രക്തമൊലിക്കാറുണ്ട്. പക്ഷെ ആ രക്തമൊലിക്കുന്ന സമയത്തും ശാഫി ഇമാം റളിയല്ലാഹു അൻഹുവിന് ഇബാദത്തൊന്നും ചുരുക്കിയിട്ടില്ല. ദിവസേന ഓരോ ഖത്മ് ഖുർആൻ ഓതി തീർക്കും. റമദാനായാൽ പകൽ ഒരു ഖത്മ് ഖുർആൻ ഓതും, രാത്രിയായാൽ വേറെ ഒരു ഖത്മ് ഖുർആൻ ഓതും. അതെങ്ങനെ ഓതി എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ആർക്കാണത് മനസ്സിലാകുന്നത്? കറാമത്തല്ലേ. ഒരു ദിവസം 2 ഖത്മ് ഖുർആൻ ഓതി തീർത്തു റമദാനിൽ. അല്ലാത്ത സമയത്ത് ഒരു ഖത്മ് ഖുർആൻ ഓതി. വെറും ഖുർആൻ ഓതലല്ലോ പണി, അതിനിടയ്ക്ക് 1000 മസ്അലകൾ കണ്ടുപിടിക്കുന്നുണ്ട്. ഒരുപാട് ശിഷ്യന്മാർക്ക് ചോദ്യത്തിന് മറുപടി പറയുന്നുണ്ട്. ഒരുപാട് ആളുകൾക്ക് ദർസ് നടത്തുന്നുണ്ട്. വലിയ വലിയ പണ്ഡിതന്മാരുമായി വലിയ വലിയ വാദപ്രതിവാദം നടത്തുന്നുണ്ട്. ഇതെല്ലാം നടത്തുന്ന ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു ദിവസേന റമദാനിൽ 2 ഖത്മ് ഖുർആൻ ഓതി. അല്ലാത്ത സമയത്ത് ഒരു ഖത്മ് ഖുർആൻ ഓതി. സുബ്ഹാനല്ലാഹ്, ഹദിയയായി വലിയ പണക്കാര് പലതും കൊണ്ട് കൊടുത്താൽ വൈകുന്നേരമാകുമ്പോഴേക്ക് മുഴുവനും സദഖ ചെയ്തു തീർക്കും, കൊടുത്തങ്ങ് തീർക്കും. മഹാനവറുകൾ സൂക്ഷിക്കാറില്ല, ദുനിയാവിനെ അല്പവും സ്നേഹിച്ചിട്ടില്ല. ആ ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു അതാ വഫാത്തിന് അടുത്തപ്പോൾ മഹാനവറുകളുടെ ശിഷ്യന്മാരൊക്കെ അടുത്തു നിൽക്കുന്നു. ബഹുമാനപ്പെട്ട ശാഫി ഇമാം റളിയല്ലാഹു അൻഹു പറയുന്നു, നിങ്ങൾ പരിശുദ്ധ ഖുർആൻ ഒന്നെടുത്തു ഓതൂ. സുബ്ഹാനല്ലാഹ്, ഖുർആൻ ഓതുന്ന സ്ഥലത്തല്ലേ റഹ്മത്ത് ഇറങ്ങുന്നത്. വഫാത്തിന് മുമ്പ് തന്നെ ഖുർആൻ ഓതാൻ മഹാനായ ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു ഉപദേശിക്കുന്നു. ഖുർആൻ അവിടുന്ന് കേട്ടുകൊണ്ടിരിക്കുന്നു. വഫാത്തിന്റെ ശേഷവും അവിടുത്തെ അടുക്കൽ വെച്ച് ഖുർആൻ ഓതിയിട്ടുണ്ട്. ഖബറിന്റെ അടുക്കൽ വെച്ച് ഖുർആൻ ഓതാൻ പ്രത്യേകം അവിടുന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇരിക്കട്ടെ, മഹാനായ ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു രോഗം കലശലായപ്പോ പല മഹാന്മാരും മഹദികളും മഹാനവറുകൾക്ക് വേണ്ടി ദുആ ചെയ്തിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു വഫാത്താകുന്ന ദിവസമായി വൈകുന്നേരമായപ്പോ മഗ്രിബിന്റെ ജമാഅത്തിന് പോകാതെ ശിഷ്യന്മാരും മറ്റും ഇങ്ങനെ കാത്തു നിൽക്കുമ്പോ, നിങ്ങൾ കാത്തു നിൽക്കുകയാണോ? പോയി നിസ്കരിച്ചു വന്നോളൂ പറഞ്ഞു. പിന്നീട് ഇശാ നിസ്കാരത്തിന് ശേഷമാണ് മഹാനായ ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു വഫാത്താകാൻ പോകുന്നത്.
അതാ വഫാത്തിനോടടുത്ത സമയത്ത് ശിഷ്യനായ ഇമാം മുസനി റളിയല്ലാഹു അൻഹു ചെന്ന് എങ്ങനെയുണ്ട് ഉസ്താദേ വിവരമെന്ന് ചോദിക്കുമ്പോ ശാഫി ഇമാം തങ്ങൾ പറഞ്ഞ വാചകം അസ്ബഹതു മിനദ് ദുനിയാ റാഹില, മോനെ ദുനിയാവിൽ ഞാൻ യാത്ര പോകുകയാണ്. വലിൽ ഇഖ്വാനി മുഫാരിഖാ, എന്റെ സഹോദരന്മാരെ വിട്ടുപിരിയുകയാണ്. വലി കൽസിൽ മനീയത്തി ശാരിബാ, മരണത്തിന്റെ പാത്രത്തിൽ കുടിക്കുകയാണ്. വഅലല്ലാഹി ജല്ല ദിക്റുഹു വഅരിദാ, ഞാൻ അല്ലാഹുവിലേക്ക് ചെല്ലുകയാണ്. വലാ വല്ലാഹി മാ അദ്രീ റൂഹി തസീറു ഇലൽ ജന്നതി ഫൗഹന്നിഹാ, എന്റെ റൂഹ് സ്വർഗത്തിലേക്ക് പറന്നിട്ട് ഞാനതിനെ ആശംസിക്കുന്ന രംഗമാകുമോ? അല്ല, നരകത്തിന്റെ ഭാഗത്തേക്ക് പോയി ഞാൻ കണ്ണോക്ക് കാണുന്ന വിഷമം കാണുന്ന രംഗമാകുമോ? സുമ്മബക്ക, പിന്നെ അങ്ങ് കരയുകയാണ്, കരഞ്ഞുകൊണ്ട് പാടുകയാണ്. വലമ്മാ ഖസാ ഖൽബി വളഖത് മദാഹിബി ജഅൽതു الرجا مني لعفوك سلما تعلمني ذنبي فلما قرنت بعفوك ربي كان عفوك أعظما. എന്റെ ഹൃദയം ഉറച്ചു, എന്റെ ഞാൻ പോകുന്ന സ്ഥലം ഇടുക്കമായി. എനിക്കുള്ള പ്രതീക്ഷ എന്റെ റബ്ബെനിക്ക് വിട്ടുവീഴ്ച ചെയ്യുന്ന വിട്ടുവീഴ്ചയുടെ കോണി എനിക്ക് കയറിപ്പോകാൻ വെച്ചു തരുമെന്നതാണ്. എന്റെ പാപം ഞാൻ വലുതായി കാണുന്നു. സുബ്ഹാനല്ലാഹ്. സഹോദരന്മാർ ഓർക്കണം, ഞാൻ പറഞ്ഞില്ലേ 2 തലയുള്ള ഒരു പെൺകുട്ടിയുണ്ടെന്ന് കേട്ടിട്ട് ആ പെൺകുട്ടിയെ കുറിച്ച് മസ്അല പറയണമെന്ന് തോന്നിയിട്ട് മഹാനവറുകൾ ചെയ്തതെന്താണ്? ആ പെൺകുട്ടിയുടെ മുഖത്തൊന്ന് നോക്കാൻ, തലയൊന്ന് കാണാൻ വേണ്ടി ആ പെൺകുട്ടിയുടെ രക്ഷിതാവിന്റെ അടുക്കൽ ചെന്ന് നിങ്ങളെ മകളെ എനിക്ക് നിക്കാഹ് ചെയ്തു തരുമോ? എന്തിനാ നിക്കാഹ് ചെയ്യുന്നത്? ഭാര്യയില്ലാഞ്ഞിട്ടല്ല, ഭാര്യയാക്കാനല്ല, മറിച്ച് ശരിക്കൊന്ന് തലയും മുഖവും കണ്ടിട്ട് വേണം മസ്അല പറയാൻ. ആ കാണലൊന്ന് ഹലാലായി കിട്ടണം. അതിനു വേണ്ടിയാണ് നിക്കാഹ് ചെയ്തു തരുമോ എന്ന് ചോദിച്ചത്. 100 സ്വർണ്ണ നാണയം തരണമെന്ന് പറഞ്ഞപ്പോ അന്ത്യനാൾ വരെ ജീവിക്കുന്ന ജനങ്ങൾക്ക് ഇൽമു എത്തിച്ചു കൊടുക്കാൻ എന്റെ 100 ദീനാർ കൊടുത്താൽ എന്താണ്? 100 ദീനാർ മഹർ കൊടുത്തിട്ട് ആ പെൺകുട്ടിയെ വിവാഹം കഴിച്ചതിന് ശേഷം നദറ ഇലൈഹാ സുമ്മ തല്ലഖഹാ, ആ പെണ്ണിന്റെ മുഖത്തൊന്ന് നന്നായി നോക്കിയിട്ട് എങ്ങനെയാണ് നിയമം പറയേണ്ടതെന്ന് മനസ്സിലാക്കിയതിന് ശേഷം ബഹുമാനപ്പെട്ടവരെ പെണ്ണിനെ അങ്ങ് ത്വലാഖ് ചൊല്ലി.